അതിവേഗം വളർച്ചയുടെ ഉന്നതികൾ കീഴടക്കുന്ന അത്താണി നഗരത്തിന് രുചിയുടെ പുത്തൻ പന്താവ് വെട്ടി തുറന്ന C65 കഫേ ആൻഡ് റെസ്റ്റോറന്റ്. പഴയ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള നിള റീജൻസി എന്ന പഴയ ഇന്ദ്രപുരി കോംപ്ലക്സിൽ ശീതീകരിച്ച C65 കഫേ ആൻഡ് റെസ്റ്റോറന്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അതിവിശാലമായ പാർക്കിംഗ് ഏരിയ സവിശേഷതയാണ്. ബുധനാഴ്ച കാലത്ത് ഉത്സവ നിറവിലായിരുന്നു ഉദ്ഘാടനം. നാടിന് തിലകുക്കുറിയായ സ്ഥാപനം സേവ്യർ ചിറ്റിലപ്പള്ളി വൈവിധ്യം ഇഷ്ടപ്പെടുന്ന ഭക്ഷണപ്രിയർക്ക് സമ്മാനിച്ചു. നഗരസഭാ കൗൺസിലർ സേവ്യർ മണ്ടുംപാല അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, വടക്കാഞ്ചേരി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MR അനൂപ് കിഷോർ, PR അരവിന്ദാക്ഷൻ, കൗൺസിലർ മധു അമ്പലപുരം, മുളങ്ങുന്നത്കാവ് പഞ്ചായത്ത് മെമ്പർ മനോജ് കുഴിപ്പറമ്പിൽ, അത്താണി പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CS സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് VB പീതാംബരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് ടോജി പുലിക്കോട്ടിൽ, ആര്യമ്പാടം സർവോദയം സ്കൂൾ മാനേജർ M ശശികുമാർ, C65 കഫേ ആൻഡ് റെസ്റ്റോറന്റ് പാർട്ണർമാരായ അനീഷ് അമ്പലപുരം, രാജേഷ് കളത്തിൽ, വത്സൻ നായർ, ഷാജു ജോസ് എന്നിവരടക്കം സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവർ പങ്കെടുത്തു. എല്ലാ ദിവസവും കാലത്ത് 11 മണി മുതൽ വൈകിട്ട് 11 മണി വരെയാണ് പ്രവർത്തന സമയം. ബിരിയാണി, ചൈനീസ് വിഭവങ്ങൾ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ഷവർമ, അൽഫാം, ഫ്രൈഡ് ചിക്കൻ, ബർഗർ, പിസ്സ, മൊമോസ്, സാൻഡ്വിച്ച്, ജ്യൂസ്, ഷെയ്ക്ക്, അവിൽ മിൽക്ക്, ഫലൂദ, ചായ, സ്നാക്സ് എന്നിവയെല്ലാം മറ്റൊരിടത്തും ലഭിക്കാത്ത രുചി വൈവിധ്യത്തോടെ C65 കഫേ ആൻഡ് റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഹോം ഡെലിവറി സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട്. മികച്ച ജീവനക്കാരും സേവന തൽപരരായ മാനേജ്മെന്റും ഭക്ഷണശാലയുടെ മഹനീയ മുഖമുദ്രയാണ്. C65 കഫേ ആൻഡ് റെസ്റ്റോറന്റ്, പഴയ റെയിൽവേ ഗേറ്റിനു സമീപം, നിള റീജൻസി, അത്താണി. 8590903703 7907871711. ചെറുപ്പക്കാരുടെ മാത്രമല്ല, പക്ഷെ ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പക്കാരുടെ പട്ടികയിലാണ് പെടുക എന്നുള്ളതുകൊണ്ട് മധ്യവയസ്കരുടെയും കൂടി അഭിരുചിയായി മാറിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള പുതിയ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് പ്രത്യേകിച്ച് അത്താണിയിലെ വളരെ പ്രധാനപ്പെട്ട സെൻ്ററാണ്. ആ സെൻ്ററിൽ ഇന്നേ ദിവസം ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവുകങ്ങളും അതുപോലെ തന്നെ അത് ഉത്തരോത്തരം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു.